എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. ഞാനിപ്പോൾ സംഘടനാ പ്രവർത്തനമൊന്നുമില്ല, എന്നാലും അങ്ങനെ ഒരു പവർ ഗ്രൂപ്പുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ആണ് സിനിമയിലൊക്കെ കാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് ആ സമയത്തുള്ളൊരു ആലോചനയുടെ ഭാഗമാണ്. നമ്മളെയൊക്കെ പല പടത്തിലും സജസ്റ്റ് ചെയ്യും ചിലർ, വേറെ ആൾക്കാർ അഭിപ്രായം പറയും, എന്തിനാ അയാൾക്ക് അത് ശരിയാവത്തില്ല, അപ്പോൾ നമ്മളെ വെട്ടും. ഇത് സിനിമയുടെ ചരിത്രത്തിൻ്റെ കൂടെ ഉള്ളതാണ് പണ്ടുതൊട്ടേ. അത് അങ്ങനെ ഒരു വെട്ടൽ നമുക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ചില സജഷൻ വരും, ഗണേഷ് കുമാറിനെ അഭിനയിപ്പിച്ചാലോ ഈ ക്യാരക്ടർ അയാളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ വെറുതെ നിർദോഷമായ ഉപദ്രവം ഉണ്ടല്ലോ, അത് ചെയ്യാറുണ്ടെന്ന് എനിക്കറിയാം. ഈ സിനിമയിൽ സജീവമായിരുന്ന ഒരു നടനെ ഈ പവർ ഗ്രൂപ്പ് ഇടപെട്ട് വിലക്കിയെന്നും ആ നടൻ പിന്നീട് സീരിയലിൽ സജീവമായപ്പോൾ ആത്മയുടെ പ്രസിഡന്റ് ഒരു മൊഴിയുണ്ട്. അങ്ങനെ സംഭവമേ ഇല്ല. ഏത് നടനാന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. പക്ഷേ ഇതിൽ അങ്ങനെ നടന്മാരെ ഒതുക്കിയിട്ട് ഞാൻ അറിയുന്നില്ല, എൻ്റെ അറിവിലില്ല. പിന്നെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ആൾക്കാരെ പറ്റി എന്തും പറഞ്ഞൂടെ. ഞാനാണ് ആത്മയുടെ പ്രസിഡന്റ് ആയിരുന്ന ആള്, ഇപ്പോഴും ഞാൻ തന്നെ പ്രസിഡന്റ്. പക്ഷെ ഞങ്ങളാരും വിലക്കായിട്ട് എനിക്കറിവില്ല. അങ്ങനെ ഒരു നടൻ വന്നെന്നോ അയാളെ വിലക്കായിട്ട് ഒരാളെയും ആത്മയിൽ ആരെയും വിലക്കാറില്ല. ഇന്നുവരെ ടെലിവിഷനിൽ അഭിനയിക്കാൻ വിലക്കാൻ ഒക്കത്തില്ലല്ലോ. ഈ ടെലിവിഷൻ ആരാണ് അഭിനയിക്കുന്നത് തീരുമാനിക്കുന്നത്? ചാനൽ, നിങ്ങൾ ചാനലുകാർ തന്നെയല്ലേ. അത് തന്നെ എടുത്താൽ പോരെ. നമുക്കെങ്ങനെ വിലക്കാൻ പറ്റും? ചാനൽ ആവശ്യപ്പെടുകയാണ് ഇന്ന ആളുകൾ അഭിനയിക്കാം എന്നല്ലേ. നിങ്ങൾ അറിയാത്ത കാര്യമല്ലല്ലോ, ചാനലുകാർക്ക് അറിയാമല്ലോ ആരെയൊക്കെ വേണം, നമുക്ക് ആർക്കൊക്കെയാണ് മാർക്കറ്റുള്ളത്, ആരെ വെച്ച് ഈ പടം ഈ സീരിയൽ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഇപ്പം ചാനലുകാരല്ലേ, ഞങ്ങളല്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ആത്മയുടെ ജോലി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തർക്കം പ്രൊഡ്യൂസർമാരുമായിട്ടും നമ്മുടെ ആർട്ടിസ്റ്റുമായിട്ട് എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ തീർക്കുക എന്നുള്ളതല്ലാതെ ചാനലിൽ ഞങ്ങളായിട്ട് ഇടപാടില്ല. സീരിയൽ എല്ലാവരും മനസ്സിലാക്കുക, സീരിയലിൽ ആളുകളെ കാസ്റ്റ് ചെയ്യുന്നത് ചാനലിൽ ഉദ്യോഗസ്ഥന്മാരാണ്, അല്ലാതെ ഇവിടെ സംവിധായകൻ പോലും അല്ല. സംവിധായകനെ പോലും കാസ്റ്റ് ചെയ്യുന്നത് ചാനലാണ്. സംഘടന ഇടപെട്ടെന്തെങ്കിലും അങ്ങനെ ഒരു ഇല്ല, ഞങ്ങളുടെ സംഘടന അങ്ങനെ പരാതിയും വന്നിട്ടില്ല, ഇടപെട്ടിട്ടില്ല. ഈ വിനയൻ പക്ഷേ ഗണേഷ് കുമാർ മന്ത്രി എന്നുള്ള വ്യക്തിയെ ടാർഗറ്റ് ചെയ്യാണ്. അല്ല, അതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവർ പുള്ളി ഇങ്ങനെ പത്രത്തിൽ പേര് വരാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യുന്നത്, അതിലൊന്നും കാര്യമില്ല. എന്നെ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ പണി ഇതാണോ? ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയില്ലേ, എനിക്കെന്താ കാര്യം? അല്ല, അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനൊന്നുമല്ല, പവർ ഗ്രൂപ്പ് അല്ല. നമ്മൾ ഈ പ്രൊഡക്ഷൻ മാനേജർമാരായിട്ട് വരുന്ന വെറുതെ ഇരിക്കുന്നവരായി കാഴ്ചക്കാരുണ്ട്, കഥ പറയുന്നിടത്ത് കാഴ്ചക്കാരുണ്ട്. അവരാണ് ഈ പറയുന്നത് ഗണേഷ് കുമാറിനെ ഒഴിവാക്കാം, അപ്പോഴേ ഒഴിവാക്കും, അത് വേറെ പേര് സജസ്റ്റ് ചെയ്യും. അതൊക്കെ നമ്മൾ അറിയുന്ന കാര്യം പോലെ. പിന്നെ പറഞ്ഞു കേൾക്കാറുണ്ട് പലപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. ഞാൻ പണ്ടൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയി. സിനിമ കാശ്മീരിൽ ഷൂട്ടിംഗ് തുടങ്ങി. അപ്പോൾ തിരക്കഥയിൽ എൻ്റെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പതുക്കെ എന്നെ വെട്ടിയിട്ട് വേറെ നടനെ ആ ക്യാരക്ടർ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തു. അതൊക്കെ നമുക്ക് മനസ്സിന് വിഷമമുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ പറയേണ്ട കാര്യങ്ങളല്ല, അത് നടൻ എന്നുള്ള നിലയിൽ പറഞ്ഞാൽ